Welcome back, and this is the second part of microorganisms. നമ്മൾ ആ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇനി എന്താണ് ആ ഒരു മോഡേൺ അപ്രോച്ചസ് ടു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആ ഒരു 5 കിങ്ഡം സിസ്റ്റം, 3 ഡൊമെയിൻ സിസ്റ്റം, അത് ഒക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. റൈറ്റ്. സോ ഈ ഒരു മോഡേൺ ടാക്സോണമി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു മോളിക്കുലാർ ആസ് വെൽ ആസ് ജനറ്റിക് ഡേറ്റയും കൂടെ കമ്പൈൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നും കൂടെ റിഫൈൻ ചെയ്ത് കൊണ്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബേസ് ചെയ്തിരിക്കുന്നത് ആ എവല്യൂഷണറി ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പം എവല്യൂഷണറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫൈലോ ജനറ്റിക് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്താണ് എന്താ പറയേണ്ടത് കുറെ കൂടെ ഇത് ഒന്ന് റിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ 2 മേജർ ഫ്രെയിം വർക്ക് ആണ് ആ ഒരു മൈക്രോബിയൽ ക്ലാസിഫിക്കേഷനിൽ നമുക്കുള്ളത്. ഒന്ന് 5 കിങ്ഡം സിസ്റ്റം ആൻഡ് മറ്റൊന്ന് 3 ഡൊമെയിൻ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ 5 കിങ്ഡം സിസ്റ്റം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 5 കിങ്ഡം സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തത് റോബർട്ട് എച്ച് വിറ്റക്കർ ഇറ്റ് വാസ് ഇൻ 1959 എന്നുള്ളതാണ്. ഇത് വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഫ്രെയിം വർക്ക് ആണ് ബയോളജിയിൽ. അപ്പൊ ഇവിടെ ആ ഒരു കാറ്റഗറൈസേഷനിൽ എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കിങ്ഡംസ് ആയിട്ടാണ് അതിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്, കീ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷന് ഉപയോഗിച്ചേക്കുന്ന ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വിറ്റക്കറിന്റെ സിസ്റ്റത്തിൽ ഒന്ന് സെൽ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ പ്രോ കാരിയോട്ടിക് അല്ലെങ്കിൽ യു കാരിയോട്ടിക് എന്നുള്ളത്. അപ്പൊ പ്രോ കാരിയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാകില്ല, അതേപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും അതിനകത്ത് ഉണ്ടാകില്ല. യു കാരിയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ന്യൂക്ലിയസും ഉണ്ട്, ഓർഗനൽസും ഉണ്ട്. അപ്പോൾ അതാണ് സെൽ ടൈപ്പിനെ ബേസ് ചെയ്ത്. ഇപ്പൊ മറ്റൊന്ന് സെൽ വാൾ കോമ്പോസിഷൻ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടത്, ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ presence and chemical composition of the cell wall. സെൽ വാൾ പ്രസന്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്, അതേപോലെ അതിന്റെ കെമിക്കൽ കമ്പോസിഷനും ഇവിടെ അതിനകത്ത് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ഇൻ ബാക്ടീരിയ, അതേപോലെ ചിറ്റിൻ ഇൻ ഫംഗൈ ആൻഡ് സെല്ലുലോസ് ഇൻ പ്ലാന്റ്സ്. അതൊക്കെ ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെൽ വാളിന്റെ കമ്പോസിഷനെ ബേസ് ചെയ്താണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ വരുന്നത്. ഇനി മറ്റൊന്ന് അതിന്റെ ആ ഒരു ബോഡിയുടെ ഓർഗനൈസേഷൻ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഇവിടെ കൊണ്ടുവരുന്നത് ഒന്ന് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ടും ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നുള്ള നിലയിൽ. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ സെൽഡ് അല്ലേ, ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ്. ആ രീതിയിലാണ് ആ ഒരു ബോഡി ക്ലാസിഫിക്കേഷൻ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് ന്യൂട്രീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ ന്യൂട്രീഷനെ ബേസ് ചെയ്ത് ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് എങ്ങനെയാണ്, ഓട്ടോട്രോഫിക് എന്നും വരും, ഹെറ്ററോട്രോഫിക് എന്നും വരും. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ സിന്തസൈസ് ദിയർ ഫുഡ് വയ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ കീമോസിന്തസിസ്. ഓക്കെ. ആൻഡ് ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ന്യൂട്രീഷൻ. ഒന്നുകിൽ അത് ഇഞ്ചക്ഷനിലൂടെ ആകാം, അല്ലെങ്കിൽ എബ്സോർപ്ഷനിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു പാരസൈറ്റ് എന്ന നിലയിൽ പാരസിറ്റിസത്തിലൂടെയോ ആകാം. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇപ്പൊ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അതിനകത്ത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബൈനറി ഫിഷൻ വരുന്നു, അല്ലെങ്കിൽ ബഡിങ് വരുന്നുണ്ട് അല്ലെ. ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഗാമിറ്റ്സ് ആൻഡ് ഫെർട്ടിലൈസേഷൻ അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ അത് ഒരു ക്രൈറ്റീരിയ. ആൻഡ് ദെൻ കംസ് ദ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇപ്പൊ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് ആ ഒരു എവല്യൂഷണറി ലൈനേജ് അല്ലെങ്കിൽ ആ ഒരു ആൻസിസ്ട്രിയെ നോക്കുന്നത്. ആ ഒരു കോമൺ ആൻസിസ്ട്രേഴ്സിൽ പെടുന്നത്, കോമൺ ആണ് ആൻസിസ്ട്ര എങ്കിൽ അതാണ് ആ ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള 5 കിങ്ഡംസ് ഇതാണ്: മോൺറിയ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ.
ഇത്രയാണ് ആ ഒരു 5 കിങ്ഡംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ഓരോ കിങ്ഡംസിലും എങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയല്ലോ. സെൽ ടൈപ്പ്, ഓർഗനൈസേഷൻ, സെൽ വാൾ, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഇത്രയും നമ്മൾ ആ ഒരു ഇത് നോക്കിയായിരുന്നല്ലോ. അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസിയേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ വി ഹാവ് മോണറ. മോണറയില് സെൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് പ്രോകാരിയോട്ടിക് ആൻഡ് അതിന്റെ ഒരു യൂണിസെല്ലുലാർ ആണ് അതിന്റെ ഓർഗനൈസേഷൻ. സെൽ വാൾ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. ഓക്കെ. ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആണ്, അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ആകാം. റീപ്രൊഡക്ഷൻ അസെക്ഷുവൽ ആൻഡ് ബൈനറി ഫിഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. നോസ്റ്റോക്ക്, അനബീന ആൻഡ് റൈസോബിയം. അതാണ് ആ ഒരു നൈട്രോജൻ ഫിക്സിംഗ് ഹെറ്ററോട്രോഫ് എന്നുള്ളത്. ഓക്കെ, അത് ആ ഒരു ഫസ്റ്റ് കിങ്ഡം. ഇനി രണ്ടാമത്തത് ഇസ് ദി പ്രൊട്ടിസ്റ്റ. അപ്പൊ പ്രൊട്ടിസ്റ്റയിലെ സെൽ ടൈപ്പ് യൂകാരിയോട്ടിക് ആണ്. അതിന്റെ ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കേണ്ട, നമ്മുടെ അടുത്ത് ആ ഒരു സ്ട്രക്ചർ പഠിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഇസ് സഫിഷ്യന്റ്. അതുകൊണ്ടാണ് അത്രയും ഇൻഫർമേഷൻ മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സെൽ വാൾ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ സം ആൻഡ് ആബ്സെന്റ് ഇൻ അതേഴ്സ്. അപ്പം ആൽഗയിൽ സെൽ വാൾ ഉണ്ട്, പ്രോട്ടോസോവയിൽ സെൽ വാൾ ഇല്ല എന്നുള്ളത്. അതിന്റെ ന്യൂട്രീഷനോ ഓട്ടോട്രോഫിക് ആണ് ആൽഗെ ആൻഡ് ഹെറ്ററോട്രോഫിക് ആണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. അതെ, റീപ്രൊഡക്ഷൻ ബോത്ത് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കിയേ, അമീബ. ഓക്കെ, അമീബ ആൻഡ് ദെൻ പോകുന്ന പാരമേസിയം ആൻഡ് ക്ലാമിഡോമനസ്. അതാണ് ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. പച്ചപ്പായൽ എന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കിങ്ഡം ഇസ് ഫംഗൈ. അതിന്റെ സെൽ ടൈപ്പ് ഇസ് യൂകാരിയോട്ടിക്, ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ആണ്. അവിടെ ഈസ്റ്റ് ഒരു എക്സെപ്ഷൻ. സി, ഈ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഓർത്ത് വെച്ചോളണം. ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇത് പറയാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് മൾട്ടി സെല്ലുലാർ ബട്ട് ഇസ് ഫാൾസ് ഇൻ ദ ഫംഗൈ ഇൻ കിങ്ഡം ഫംഗൈ. അപ്പൊ അതിന്റെ ആൻസർ ഈസ്റ്റ് ആണ്. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് മൾട്ടി സെല്ലുലാർ, ഈസ്റ്റ് സിംഗിൾ സെല്ലുലാർ, നോട്ട് മൾട്ടി സെല്ലുലാർ, യൂണിസെല്ലുലാർ അല്ലേ, ബട്ട് ഫാൾസ് അണ്ടർ ദ കിങ്ഡം ഫംഗൈ. അങ്ങനെ ഒരു ചോദ്യം ഒരു പക്ഷെ നമുക്ക് വന്നുവിടായികയില്ല. സെൽ വാൾ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ചിറ്റിൻ ആൻഡ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകിൽ അത് സാപ്രോഫൈറ്റിക് ഓർ സാപ്രോഫിറ്റിക് അല്ലെങ്കിൽ പാരസിറ്റിക് എന്ന് നമുക്ക് പറയാം അതിന്റെ ആ ഒരു ന്യൂട്രീഷൻ ടൈപ്പ്. നമ്മൾ ഈ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രീഷൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ജസ്റ്റ് മീൻസ് organisms that depend on external organic substances for food. കാരണം അവർക്ക് അവരുടെ സ്വന്തം ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതില് രണ്ട് മേജർ അല്ലെങ്കിൽ 2 മെയിൻ ടൈപ്സ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. അതാണ് സാപ്രോഫൈറ്റിക് ആൻഡ് പാരസിറ്റിക് എന്നുള്ളത്. അപ്പോൾ സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിസംസ് അവര് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇസ് ബൈ ഡീകമ്പോസിങ് ആൻഡ് അബ്സോർബിങ് ഓർഗാനിക് മാറ്റർ. ഒന്നുകിൽ ഡെഡ് അല്ലെങ്കിൽ ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് അവർ അബ്സോർബ് ചെയ്യുകയാണ് ഓർഗാനിക് മാറ്റർ. അങ്ങനെയാണ് അവരുടെ ആ ഒരു ന്യൂട്രീഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ദേ ഡൈജസ്റ്റ് ഫുഡ് എക്സ്റ്റേർണലി. അത് അവർ കഴിച്ചിട്ടല്ല ഡൈജസ്റ്റ് ചെയ്യുന്നത്. എൻസൈംസ് സെക്രീറ്റ് ചെയ്ത് ഫുഡ് എക്സ്റ്റേർണലി ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കി അതിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് റീസൈക്ലിങ്ങിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് നമ്മൾ പറയുന്നത്. ഇനി പാരസിറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴോ, ദോസ് ഓർഗാനിസംസ് ദാറ്റ് ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം ലിവിങ് ഓൺ എ ഹോസ്റ്റ്, ഫ്രം എ ലിവിങ് ഹോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ജീവിച്ചിരിക്കുന്ന ഹോസ്റ്റിന്റെ ഉള്ളിൽ കടന്ന് അത് ആ ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ വേണ്ട എന്താ പറയണ്ട ന്യൂട്രിയൻസ് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രക്രിയയിൽ അത് ഹോസ്റ്റിനെ ബാധിക്കും, ഹാംഫുൾ ആയിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദേ ഡിപ്പെൻഡ് എൻറ്റയർലി അല്ലെങ്കിൽ പാർഷ്യലി ഓൺ ദ ഹോസ്റ്റ് ഫോർ സർവൈവൽ. അപ്പം ചെടികളിലും ആനിമൽസിലും ഹ്യൂമൻസിലും ഇത് ഡിസീസസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ദേ മേ ലിവ് ഓൺ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഹോസ്റ്റ്. അപ്പൊ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ലിവ് ഓൺ ദ ഹോസ്റ്റ്.
ഇനി എൻഡോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ലിവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മയോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആണത്, അത് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുക അല്ലേ. ഓക്കെ, ഇപ്പൊ കീനിയ അത് എന്താ പറയേണ്ടത്, വീറ്റില് റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കും. ആൻഡ് പ്ലാസ്മോഡിയം പ്രോട്ടോസോവ ആണത്, മലേറിയ കോസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ്. അപ്പൊ ഇനി ഫംഗയുടെ റീപ്രൊഡക്ഷൻ നോക്കിയാൽ ഇറ്റ് ക്യാൻ ബി സെക്ഷുവൽ ഓർ അസെക്ഷുവൽ. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈസോപ്പസ് അത് ബ്രെഡ് മോൾഡ് ആണ്. സാക്കറോമൈസിസ് ദാറ്റ് ഇസ് ഈസ്റ്റ് ആൻഡ് പെനിസിലിയം ആന്റിബയോട്ടിക് പ്രൊഡ്യൂസർ പെനിസിലിയം. Now the next kingdom is kingdom Plantae. അതിന്റെ സെൽ വാൾ യൂകാരിയോട്ടിക് ആണ്. ഈ ഒരു ഓർഗാനിസം മൾട്ടി സെല്ലുലാർ ആണ്. അതിന്റെ ഓർഗനൈസേഷൻ, അതിന്റെ സ്ട്രക്ചർ. ഇപ്പൊ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് അല്ലേ. ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് ആൻഡ് ഫോട്ടോസിന്തസിസ് യൂസിങ് ക്ലോറോഫിൽ. റീപ്രൊഡക്ഷൻ സെക്ഷുവലും ഉണ്ട് അസെക്ഷുവലും ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് സ്പൈറോഗൈറ ആൻഡ് ക്ലാമിഡോമോണാസ്, ഫേൺസ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ഒരു ലാസ്റ്റ് വൺ ഹിയർ ഈസ് ദി ആനിമേലിയ, കിങ്ഡം ആനിമേലിയ. ഇതിന്റെയും സെൽ ടൈപ്പ് ഇസ് യൂകാരിയോട്ടിക് ആൻഡ് ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ വിത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസും ഓർഗൻസും ഉണ്ട്. സെൽ വാൾസ് ഇവിടെ ആബ്സെന്റ് ആണ്, സെൽ വാൾസ് ഇല്ല. ഇപ്പൊ ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ആണ് ന്യൂട്രീഷൻ. അപ്പൊ ഇവിടെ ഹോളോസോയിക് എന്ന് പറയുന്നത്, ഹെറ്ററോട്രോപിക് ആണെങ്കിലും ഹോളോസോയിക്. അപ്പൊ എന്താണ് ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? അതും ഒരു ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഓർഗാനിസംസ് എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ഇൻജസ്റ്റ് ചെയ്യുന്ന ആൻഡ് അതിനെ ഇന്റേണലി ഡൈജസ്റ്റ് ചെയ്യാണ്. അത് കഴിച്ചതിന് ശേഷം അതിനെ ഡൈജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് എന്താ പറയേണ്ടത്, ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുന്നത് ഫോർ എനർജി ആൻഡ് ഫോർ ഗ്രോത്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗാനിസം. അപ്പൊ ഈ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ടിപ്പിക്കലി ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ആനിമൽസ് ആൻഡ് ചില പ്രോട്ടോസോവയിലും ഇത് കാണാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒന്ന്, ഇൻജക്ഷൻ തന്നെ, അതായത് ഭക്ഷണം കഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വി ഹ്യൂമൻസ് അല്ലെ, ഒന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണം. അപ്പൊ അതിനകത്ത് പ്ലാന്റ്സ് വരും, അതർ ആനിമൽസ് വരും, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ്, അതൊക്കെയാണ് ആ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. റൈറ്റ്. ആൻഡ് പിന്നെ ഡൈജഷൻ നടക്കുന്നത്. ഈ കഴിച്ച ഫുഡ് എന്ന് പറയുന്നത് ഇസ് അഗെയിൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. എൻസൈംസിന്റെ പ്രവർത്തനമാണ് അല്ലെ ആ ഒരു ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി. അപ്പൊ ഇവിടെ ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാർ ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ആയിട്ട് നടക്കാം. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്ന, ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുന്നത് സെൽസിന്റെ ഉള്ളിൽ നടക്കുന്ന, അതാണ് പ്രോട്ടോസോവയിൽ നടക്കുന്നത്. ആൻഡ് ഇതിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അത് ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി അങ്ങ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും ആ ഒരു സെൽസിന്റെ സർക്കുലേറ്ററി സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്ക്. ആനിമൽസ്, ഹ്യൂമൻസ് ഉണ്ട്, മറ്റ് മാമൽസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട്. അപ്പൊ പ്രോട്ടോസോവയുടെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അമീബ എന്താ ചെയ്യുന്നത്? അത് ഫുഡ് എൻഗൾഫ് ചെയ്യും, മീൻസ് അത് അകത്താക്കും, യൂസിങ് സ്യൂഡോപോഡിയ യൂസ് ചെയ്ത് ഫുഡ് അത് എൻഗൾഫ് ചെയ്ത് ആൻഡ് ഇൻട്രാ സെല്ലുലാർ ആയിട്ടാണ് അതിന്റെ ഡൈജഷൻ അവിടെ നടക്കുന്നത്. അതേപോലെ പാരമേസിയം ചെയ്യുന്ന എന്താണ്? പാരമേസിയം ഇസ് അനദർ പ്രോട്ടോസോവ. അത് സീലിയ ഉപയോഗിക്കും ടു ഡയറക്ട് ഫുഡ് ഇൻ ടു ഇറ്റ്സ് ഓറൽ ഗ്രൂവ്. ഒരു ഓറൽ ഗ്രൂവ് ഉണ്ട്, മൗത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് ജസ്റ്റ് ഓറൽ ഗ്രൂവ്. ഓക്കെ, അതാണ് അവിടെ ആ സംഭവിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ റീപ്രൊഡക്ഷൻ മെയിൻലി അല്ലെങ്കിൽ പ്രീഡോമിനന്റ്ലി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഹോമോസേപ്പിയൻസ് അത് ഹ്യൂമൻസ് ആണ്. പാന്തേറ ടൈഗ്രസ് ദാറ്റ് ഇസ് ദ ടൈഗർ. ആൻഡ് ഏപ്പിസ് മാലിഫെറ അതാണ് ഹണിബി. ഏപ്പിസ് മാലിഫെറ എന്ന് പറയുന്നത് ഇസ് ദ ഹണി. ഓക്കെ, സോ എന്താണ് ഈ ഒരു 5 കിങ്ഡം സിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കിയാൽ, ഒന്ന്, നമുക്ക് ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ കിട്ടുന്നത്, അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി അല്ലേ. എന്നാൽ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവും കൂടെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു എവല്യൂഷണറി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സയന്റിസ്റ്റിന്
ഓരോ ഓർഗാനിസംസിന്റെയും ആ ഒരു ലൈനേജ്, അതിന്റെ എവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു എക്കോളജിക്കൽ ഇൻസൈറ്റിന്റെ കാര്യം ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം എക്കോളജിക്കൽ ഇൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിസംസിന്റെ ഫങ്ഷണൽ റോൾസ് എന്താണോ എക്കോസിസ്റ്റംസിൽ, അതും കൂടെ കണക്കിലെടുക്കുന്നുണ്ട്. ഡീകമ്പോസർ ആണോ, പ്രൊഡ്യൂസർ ആണോ എന്നുള്ള ഒരു നിലയിൽ. ഫംഗൈ ആണെങ്കിൽ ഡീകമ്പോസർ ആണ്, പ്ലാന്റ്സ് ആണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് ടു പ്രൊഡ്യൂസ് അല്ലേ. ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്കറിയാം ഈ ഒരു 5 കിങ്ഡം സിസ്റ്റം എന്ന് പറയുന്നത് again it provides a basis for advanced systems like the 3 domain system. അതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We will look at what is the 3 domain system. അപ്പോൾ ഈ 3 domain system it was proposed by Voss of Vosse in 1990. Carl Voss. Okay, 1990. ഇത് മറ്റൊരു റെവല്യൂഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എംഫസിസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ദി മോളിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രത്യേകിച്ചും ആ ഒരു എന്താ പറയേണ്ടത് സീക്വൻസസ് ഓഫ് RNA, ആ ഒരു റൈബോസോമിയൽ RNAയുടെ സീക്വൻസസ് ഒക്കെ എടുത്തിട്ടാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അബൌട്ട് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് അമംഗ് ഓർഗാനിസം. അപ്പോൾ അങ്ങനെ നമുക്ക് 3 മെയിൻ ഡൊമെയിൻസ് ആണ് ഇവിടെ കിട്ടുക. ദ ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയ, ദെൻ വി ഹാവ് ആർക്കെ ആൻഡ് ദെൻ വി ഹാവ് യൂകാരിയ. ഇങ്ങനെ 3 ഡൊമെയിൻസ് ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ ഈ 3 ഡൊമെയിൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് മോളിക്കുലാർ എവിഡൻസിനെ ബേസ് ചെയ്ത്, അവിടെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ്ലി അത് റിലൈ ചെയ്യുന്നത് ഇസ് ഓൺ ദി അനാലിസിസ് ഓഫ് 16S rRNA സീക്വൻസസ്. അപ്പോൾ എന്താ പറയേണ്ട ആ ഒരു ജനറ്റിക് മാർക്കർ അനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പൊ ഇവിടെ ആ ഒരു മോളിക്കുലാർ ലെവലിലുള്ള ഡിഫറൻസസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെൽ മെംബ്രെയിൻ കോമ്പസിഷൻ, ജനറ്റിക് മെഷീനറി, അതൊക്കെ കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ട്രഡീഷണൽ മോർഫോളജിയിൽ ഒരു പക്ഷേ വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിന് ഒരു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു എവല്യൂഷണറി ഡൈവേർജൻസ് ആണ് നമുക്ക് കാണുന്നത്. എന്താ പറയേണ്ടത്, ഒരു കോമൺ യൂണിവേഴ്സൽ ആൻസിസ്റ്റർ എന്നുള്ള നിലയിൽ നിന്ന് മാറി കുറെ കൂടെ ഫോക്കസ് ആ ഒരു ഫണ്ടമെന്റൽ ജനറ്റിക് ആൻഡ് ബയോകെമിക്കൽ ഡിസ്റ്റിങ്ഷൻസിലേക്ക് വരുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി ബാക്ടീരിയ ആ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ആ ഒരു ഡൊമെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അല്ലേ, വിത്ത് സിമ്പിൾ സെല്ലുലാർ സ്ട്രക്ചേഴ്സ്. അതാണ് ആ ഒരു ആദ്യത്തെ ഡൊമെയിനിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയും. ഇനി സെൽ വാൾസിന്റെ കാര്യം നോക്കിയാലോ, ഇറ്റ് കണ്ടെയ്ൻസ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പൊ അത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഡിഫറൻഷിയേറ്റ്സ് it from archaea and eukaryotes. Okay. And single circular chromosome ആണ്. ആൻഡ് ഇതിന് ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല. ഇനി അതിന്റെ മെറ്റബോളിസം നടക്കുന്നതോ ഡൈവേഴ്സ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേസ് ആണ്. ഫോട്ടോസിന്തസിസ് ഉണ്ട്, കീമോസിന്തസിസ് ഉണ്ട്, ഹെറ്ററോട്രോഫിയും ഉണ്ട് അതിന്റെ മെറ്റബോളിസം. ഓക്കെ, ആൻഡ് ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാനെന്നുണ്ടെങ്കിൽ they possess a single RNA polymerase for transcript. അതാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദേ ആർ സെൻസിറ്റീവ് ടു ആന്റിബയോട്ടിക്സ്. സെൻസിറ്റീവ് ടു ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെപ്റ്റോമൈസിൻ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ക്ലോറാംഫെനിക്കോൾ, ഇതൊക്കെ ആ ഒരു ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസിനെ തടയും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദി ആർക്കെ അല്ലെങ്കിൽ ആർക്കെ ബാക്ടീരിയ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ദേ ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. അതിനകത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല എന്നുള്ളതാണ് അവരുടെ സെൽ വാൾസിൽ. സെൽ മെംബ്രെയിൻസ് കണ്ടെയ്ൻ ഈതർ ലിങ്ക്ഡ് ലിപ്പിഡ്സ്. ഓക്കെ, അപ്പോൾ ETHER ഈതർ ലിങ്ക്ഡ് ലിപ്പിഡ്സ് ആണ് സെൽ മെംബ്രെയിൻസിലുള്ളത്. And this makes them resistant to extreme conditions. അതിന്റെ ജനറ്റിക് മെഷീനറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂകാരിയോട്സിനെ
റിസെമ്പിൾ ചെയ്യുന്ന മോർ ക്ലോസ്ലി ദാൻ ബാക്ടീരിയ. അതിൻ്റെ എന്താ പറയണ്ടേ, RNA പോളിമറൈസ് നോക്കിയാലും ട്രാൻസ്ക്രിപ്ഷൻ പാറ്റേൺസ് നമ്മൾ നോക്കിയിരുന്നാലും ഇറ്റ് ഈസ് സിമിലർ എന്നാണ്. ഇനി അതിൻ്റെ ഹാബിറ്റാറ്റ്സ് നമ്മൾ നോക്കിയാലോ, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയൺമെന്റിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയും. സാലിനിറ്റി, സലൈൻ വാട്ടറിൽ, എക്സ്ട്രീം ഹീറ്റിൽ ആൻഡ് അസിഡിക് കണ്ടീഷൻസിലും കഴിയും എന്നുള്ളത്. ഇനി അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് നമ്മൾ നോക്കിയാൽ, ഒന്ന് ഈ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, മറ്റൊന്ന് ഇൻസെൻസിറ്റിവിറ്റി ടു ആന്റിബയോട്ടിക്സ് ദാറ്റ് ടാർഗറ്റ് ബാക്ടീരിയൽ റൈബോസോം. ബാക്ടീരിയൽ റൈബോസോംസിനെ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ആന്റിബയോട്ടിക്സിന് ഇൻസെൻസിറ്റീവ്. ഇനി മൂന്നാമത്തത് വി ഹാവ് ദി യൂകാരിയോട്ടിക്. ഓക്കെ, യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് അല്ലെ യൂകാരിയ ആണ് നമുക്ക് ഇനിയുള്ളത്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് ഓർഗാനിസംസ് വിത്ത് കോംപ്ലെക്സ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ആൻഡ് അവർക്ക് എന്താ പറയേണ്ടത്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, ലൈക്ക് ദി ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ലീനിയർ ക്രോമസോംസ് ആണ്. ഓക്കെ, ആൻഡ് ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് ദേ ആർ എൻകോഡഡ് വിത്ത് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ആൻഡ് സെൽസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽസ് ലാർജർ ആണ് കമ്പയർഡ് ടു പ്രോകാരിയോട്സ്. ഓക്കെ, ഇനി എന്താ പറയണ്ടേ, ഈ ഒരു ഡൊമെയിനിൽ, അതായത് യൂകാരിയ എന്ന് പറയുന്ന ഈ ഒരു ഡൊമെയിനിൽ പ്രൊട്ടിസ്റ്റ വരും, അത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ്. അതേപോലെ ഫംഗായി വരും, പ്ലാന്റേ വരും ആൻഡ് അനിമേലിയ. ഇത്രയും ഗ്രൂപ്പ്സ് ഈ ഒരു ഡൊമെയിനിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ഈ ഒരു ഡൊമെയിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ട്രെയ്റ്റ് എന്ന് പറയുന്നത് ദേ പൊസസ് മൾട്ടിപ്പിൾ RNA പോളിമറൈസസ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദേ ലാക്ക് സെൻസിറ്റിവിറ്റി ടു ആന്റിബയോട്ടിക്സ് that target bacterial ribosome. ഓക്കെ, ഈ ഒരു 3 ഡൊമെയിൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ആ ഒരു 100% ആക്യുറസി നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മറ്റൊന്ന് ആ ഒരു എവല്യൂഷണറി ഇൻസൈറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് എന്താ പറയേണ്ടത്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാടാണ്. ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ബയോടെക്നോളജിയിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് എൻസൈംസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളത്. ആൻഡ് 3 ഡൊമെയിൻ സിസ്റ്റം ശരിക്കും ഒരു 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 ലൈഫിന്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുന്നതിൽ വന്നേക്കുന്ന ഒരു 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 ഭയങ്കരമായ ഒരു ഷിഫ്റ്റ് തന്നെയാണ് ഈ ഒരു 3 ഡൊമെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ആ ഒരു മോളിക്കുലാർ ലെവൽ അല്ലെങ്കിൽ മോളിക്കുലാർ ഡേറ്റ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതിന്. റൈറ്റ്. സോ നമ്മൾ ആ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ പറയേണ്ടത്, ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് മോർഫോളജിക്കൽ, കൾച്ചറൽ, ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ടീരിയ ആണ് നമുക്ക് ഇനിയിപ്പം നോക്കാനുള്ളത്. റൈറ്റ്. So what we will do that in the next part of the video. So thank you very much for watching this part and you have a great day. അപ്പോൾ തേർഡ് പാർട്ടിൽ നമുക്കത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് വൈൻഡ് അപ്പ്. താങ്ക് യു.